ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തിർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ പാർട്ടിക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ സച്ചിയുടെ ഫോൺ തിരികെ കിട്ടുകയാണ്. അത് ശ്രുതിയാണ് മോഷ്ടിച്ചതെന്നുള്ള സത്യം സച്ചി തെളിയിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. അങ്ങനെ സച്ചിയെ വളരെ അടുത്ത പരിചയമുള്ള ഒരാൾക്ക് തന്നെയാണ് സച്ചിയുടെ ഫോൺ കിട്ടുന്നത്. പക്ഷേ കിട്ടുന്ന ഫോൺ സച്ചിയുടെ കയ്യിൽ അയാൾ തിരിച്ച് ഏൽപ്പിക്കുന്നുണ്ട്. ഈ ഫോൺ എങ്ങനെയാണ് ചേട്ടാ നിങ്ങൾക്ക് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഇതൊരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വീണ ഫോണാണെന്ന് പറഞ്ഞു. പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന്? അതെ, ആ പെൺകുട്ടി ഇവിടെ ഓട്ടോ കയറാൻ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയ ഫോണാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ സച്ചിയുടെ ഫോൺ എങ്ങനെ മറ്റൊരു പെൺകുട്ടിയുടെ കയ്യിൽ വന്നെന്നുള്ള സംശയം സച്ചിക്കുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് ഒരു സംശയം വരുന്നുണ്ട്. ഒരുപക്ഷെ ഇനി ശ്രുതിയോ മീരയോ ആയിരിക്കാമെന്നാണ് സച്ചിയുടെ സംശയം. സച്ചി അതും കൊണ്ട് നേരെ വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിലോട്ട് വരുന്ന സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഇത് കണ്ടോ, എന്താ സച്ചിയേട്ടാ ഇതാണ് എൻ്റെ മോഷ്ടിക്കപ്പെട്ടു പോയ ഫോണെന്ന് പറയും. ആ ശരിയാണല്ലോ, ഈ ഫോൺ സച്ചിയേട്ടന് എവിടെ നിന്ന് കിട്ടി? ഇത് എനിക്ക് ഒരാൾ തന്നതാണ്, എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഫോണ്. പക്ഷേ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാം. അത് പക്ഷേ ഇതൊരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് എന്നാണ് ആ ചേട്ടൻ എൻ്റെ പറഞ്ഞതെന്ന് പറയും. പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന്? അതെ, ഏത് പെൺകുട്ടി ആയിരിക്കും? എൻ്റെ ഫോൺ കൈക്കലാക്കാൻ പറ്റിയ പെൺകുട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ ബലമായ സംശയം മിക്കവാറും പാർലേട്ട തന്നെ ആയിരിക്കും എന്നല്ലേ. ശ്രുതിയോ? ശ്രുതിക്ക് എന്തിനാ സച്ചിയേട്ടൻ്റെ ഫോൺ? എൻ്റെ രേവതി, അന്ന് ശരത്തിൻ്റെ വീഡിയോ ലീക്കായതും എൻ്റെ ഫോണിൽ നിന്നല്ലായിരുന്നു. അത് ശരിയാ. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ആരോ ആണ് ഈ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത്. അന്ന് എനിക്ക് ഉറപ്പാണ്, അന്ന് ആ പാർട്ടിക്കിടയിൽ വെച്ച് തന്നെയാണ് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയെന്ന് പറയും. സച്ചിയേട്ടൻ ഉറപ്പാണ്? അതേ രേവതി, അന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് ആ പൗഡർ ഇട്ടത്തെയും മീരയും എൻ്റെ പുറവേ നടന്ന് ഫോട്ടോ എടുത്തു തരാം, വീഡിയോ എടുത്തു തരാം എന്ന് പറഞ്ഞ് നമ്മളെ പുറവേ നടന്ന്. ശരിയാ സച്ചിയേട്ടാ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ലേ വേണ്ടാന്ന്. എൻ്റെ ഫോൺ താഴെ വരുന്ന സമയത്തും ആ മീരയ്ക്കും ശ്രുതിക്കും എന്തൊരു വെപ്രാളമായിരുന്നു. എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതാണ്. അപ്പോൾ അവളുമാരാരോ ആണ് എൻ്റെ ഫോണിൽ വീഡിയോ ലീക്ക് ചെയ്തതെന്ന് പറയും. പക്ഷേ അതെങ്ങനെ നമ്മൾ തെളിയിക്കും? ഇതിപ്പം മീരയാണോ എന്നുള്ളത് എങ്ങനെ നമ്മൾ തെളിയിക്കുന്നത്? മീരയാണോ ശ്രുതിയാണോ എന്നുള്ളത്? ഒരു കാര്യം ചെയ്യാം, ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നാണ് വീണയെന്നാണ് പറഞ്ഞത് അവൾ ഓട്ടോ കയറാൻ നിന്ന സമയത്ത്. പക്ഷേ ആ പെൺകുട്ടി ആരാണെന്ന് പക്ഷേ ആ ചേട്ടനെ കാണിച്ച് അയാൾക്ക് മനസ്സിലാവും. എൻ്റെ സംശയം അത് മീരയാവാനാണെന്നാണ്. നീ ഒരു കാര്യം ചെയ്യ്, മീരയുടെ വീട്ടിൽ ചെന്നിട്ട് അവളുടെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരണം. ഫോട്ടോ ഞാൻ ആ ചേട്ടനെ കാണിക്കാം, എന്നിട്ട് നമുക്ക് സത്യം കണ്ടുപിടിക്കാമെന്ന് പറയും. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറയും. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ശരത്തിനെ വിളിച്ചൊന്ന് സംസാരിക്കാമെന്ന് രേവതി പറയും. അങ്ങനെ ശരത്തിനെ വിളിച്ച് രേവതി സംസാരിക്കുന്നുണ്ട്. എന്താ ചേച്ചി? മോനെ, സച്ചിയേട്ടൻ്റെ കയ്യിൽ നിന്ന് മോഷണം പോയ ഫോൺ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അന്ന് നിൻ്റെ വീഡിയോ പുറത്ത് വിട്ടത് ആൻ്റണി ആണോ എന്നൊന്ന് ഒന്ന് ശ്രമിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രേവതി ശരത്തിനെ വിളിക്കുന്നത്. ശരത്ത് പറയുന്നുണ്ട്, ഞാൻ അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ ആ ഫോൺ മുഖേന ശരത്ത് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തേക്കുന്നത് ആൻ്റണി ആണെന്ന് മാത്രമേ ശരത്തിന് അറിയത്തുള്ളൂ. പക്ഷേ ആ ഫോൺ എങ്ങനെ ആൻ്റണിയുടെ കയ്യിൽ വന്നുള്ള കാര്യം ശരത്തിന് അറിയത്തില്ല. ശരത്തിൻ്റെതായ രീതിയിൽ ആൻ്റണിയുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒന്ന് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ആ വീഡിയോയുടെ കറക്റ്റ് ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം ശരത്തിന് അത്ര അറിയത്തുമില്ല. അങ്ങനെ മീരയുടെ വീട്ടിൽ വരുന്ന രേവതി മീരയായിട്ട് കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചതിന് ശേഷം മീരയുടെ ഒരു ചെറിയ ഫോട്ടോ മീര അറിയാതെ തന്നെ കൈക്കലാക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തതിന് ശേഷം നേരെ മീര വീട്ടിൽ വരുന്നുണ്ട്. വീട്ടിൽ വരുന്ന സമയത്ത് രേവതി ആ ഫോട്ടോ സച്ചിയെ കാണിക്കുന്നുണ്ട്. സച്ചിയേട്ടാ അതാ മതി, ഇത് മതി, ഇത് വെച്ച് ഞാൻ അവളെ തിരിച്ചറിഞ്ഞോളാം എന്ന് പറയും. അങ്ങനെ ഫോട്ടോ എല്ലാം കൊണ്ട് ആ ചേട്ടനെ കൊണ്ട് കാണിക്കും. ആ ഫോട്ടോ കാണിക്കുമ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ട്, ശരിയാണ്, ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ ഫോൺ താഴെ വീണെന്ന് പറയും. അപ്പോൾ മീര തന്നെയാണ് ഫോൺ എടുത്തതെന്നുള്ള കാര്യത്തിൽ സച്ചിക്ക് ഒരു വ്യക്തത വരുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ ശ്രുതിയും അവിടെ നിൽക്കുകയാണ്. ആ സമയത്താണ് രേവതിയും സച്ചിയും തമ്മിൽ സംസാരിക്കുന്നത്. ആ സമയത്ത് മനസ്സിലാവുന്നുണ്ട് സച്ചിയുടെ നഷ്ടപ്പെട്ടു പോയ ഫോൺ സച്ചിയുടെ കയ്യിൽ വന്നെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഫോൺ സച്ചിയുടെ കയ്യിൽ വന്നു കഴിഞ്ഞ് വീഡിയോ എങ്ങനെ ലീക്കായതെന്നും അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് സച്ചി പോകാൻ സാധ്യതയുണ്ടെന്ന് മീരയ്ക്ക് മനസ്സിലാവും. പക്ഷേ ശ്രുതി മീരയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ എവിടെയെങ്കിലും ഉപേക്ഷിക്കണമെന്നാണ് മീര ശ്രുതിയോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ഫോൺ കടലിൽ കൊണ്ട് കളഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കടലിൽ കൊണ്ട് കളഞ്ഞ ഫോൺ എങ്ങനെ സച്ചിയുടെ കയ്യിൽ തിരിച്ച് കിട്ടിയെന്നുള്ള ചോദ്യം ശ്രുതിയുടെ മനസ്സിലുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ശ്രുതി നേരെ മീരയുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കും, മീരെ, അന്ന് ആൻ്റണിക്ക് കൊടുക്കാനായിട്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ച ഫോൺ നീ എന്ത് ചെയ്യുമെന്ന് പറയും. അത് ഞാൻ കടലിൽ കളഞ്ഞല്ലോ എന്ന് നോക്കും. കടലിൽ കളഞ്ഞ ഫോൺ എങ്ങനെയാണ് സച്ചിയുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് നോക്കും. സച്ചിയുടെ കയ്യിലോ? അതെ, ആ ഫോൺ സച്ചിക്ക് തിരിച്ച് കിട്ടി. സച്ചി രേവതി ആ ഫോൺ ഇരുന്ന് നോക്കിക്കൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടതെന്ന് പറയും. സത്യം പറയും മീര, നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞെന്ന് പറയും. ആ ഫോൺ സച്ചിയുടെ കയ്യിൽ കിട്ടി എന്തൊക്കെ പ്രശ്നമാവും നിനക്കറിയത്തില്ലേ? ആ വീഡിയോ ലീക്ക് ചെയ്ത് ആരാന്നൊക്കെ സച്ചി അന്വേഷിച്ചു പോകും. പിന്നെ അതിൻ്റെ പുറമെ ഞാനാന്ന് അവർ തെളിയിക്കുമെന്ന് പറയും.
അത് ചോദിക്കുക, എടി അത് ഞാൻ അന്ന് പറയാം, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞു നോക്കും. ഞാനൊരു കള്ളം പറഞ്ഞപ്പോൾ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ പറഞ്ഞ എത്ര കള്ളങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ഞാൻ ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനൊരു കള്ളം പറഞ്ഞപ്പോൾ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നോക്കും. നീ ചെയ്ത ഒട്ടും ശരിയായില്ല മീരെ, എന്നാലും നിന്നെ വിശ്വസിച്ചില്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത, അവസാനം നീ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു പാരയാവുമെന്ന് കരുതില്ലെന്നൊക്കെ പറയും. ഉടനെ പറയും, എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു, എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നീ കൂടുതൽ ചിന്തിക്കണം. അത് ചിന്തിക്കാതിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ സത്യം കണ്ടുപിടിക്കും. ഇനി ആൻ്റണിയുടെ അടുത്ത് കൊണ്ട് ഞാൻ ആ ഫോൺ ഏൽപ്പിച്ച കാര്യം അവനറിയും. അവൻ്റെ അളിയൻ്റെ വീഡിയോ ഇല്ലേ അന്ന് നമ്മൾ പോസ്റ്റ് ചെയ്ത് പ്രശ്നമാവും മീര എന്നൊക്കെ പറയും. നീ പേടിക്കാതെ ശ്രുതി, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ മീര ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സത്യങ്ങളെല്ലാം രേവതിക്കും സച്ചിക്കും മനസ്സിലായല്ലോ. അതിനുശേഷം സച്ചി ആ ഫോണും ആവശ്യമുണ്ട് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ട് എല്ലാവരെയും വിളിക്കും. ശ്രുതിയെയും ചന്ദ്രമതിയെയും രവീന്ദ്രനെയും എല്ലാവരെയും വിളിക്കുകയാണ്. വിളിച്ചതിന് ശേഷം പറയും, അച്ഛാ ഇത് കണ്ടോന്ന് ചോദിക്കും. ഇതൊരു ഫോണല്ലേ? അതെ, ഇതൊരു വെറും ഫോണല്ല, എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഫോണാന്ന് പറയും. അമ്മയുടെ കയ്യിൽ നിന്ന് ശരത്ത് പൈസ മോട്ടിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്ന ഫോണാന്ന് പറയുന്നത്. ഒന്ന് ചന്ദ്രമതി ഇങ്ങനെ നോക്കുകയാണ്. ഈ ഫോണിൽ കിടന്ന വീഡിയോ ഇവിടെ ഉള്ള ആരോ അറിഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ആൻ്റണിക്ക് ഷെയർ ചെയ്ത് കൊടുത്തതെന്ന് പറയും. ആൻ്റണിക്കോ? ഏത് ആൻ്റണി എന്ന് രവീന്ദ്രൻ ചോദിക്കും. അച്ഛനെ അറിയാം, ആ പലിശക്കാരൻ ആൻ്റണി. അതെ, ആൻ്റണിയായിട്ട് ഇവിടെയുള്ള ആർക്കാ ബന്ധമെന്ന് ചോദിക്കും. ഇവിടെയുള്ള ഒരാൾക്ക് ആൻ്റണിയായിട്ട് നല്ല സാമ്പത്തിക ഇടപാടൊക്കെ ഉണ്ടെന്ന് പറയും. അതാരാ? മറ്റാരുമല്ല, ഈ നിൽക്കുന്ന പാർലേട്ടത്തിൽ എന്ന് പറയും. ശ്രുതിക്കോ? ആ അതെ, ദേ സച്ചി, നീ വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യമോ? നിനക്ക് ആൻ്റണിയായിട്ട് യാതൊരു സാമ്പത്തിക ഇടപാടും ഇല്ലയെന്ന് ചോദിക്കും. അത് ചോദിക്കും, സത്യം പറ ശ്രുതിന്ന് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കും. നിനക്ക് ആൻ്റണിയായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടോ എന്ന് ചോദിക്കും. അത് അങ്കിളെ ഇവൻ ചുമ്മാ പറയുന്നതാണെന്ന് പറയും. ചുമ്മാ അതൊന്നുമല്ല, ഇവിടെ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് പലതവണ പൈസ മേടിച്ചിട്ടുണ്ട്. ഇവൾക്ക് ആൻ്റണിയായിട്ട് സാമ്പത്തിക ഇടപാടും എല്ലാം ഉണ്ട്. അതിനുശേഷം ഇവിടാണ് ശരത്ത് പണം മോട്ടിച്ച വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് ആൻ്റണി ഷെയർ ചെയ്ത് കൊടുത്തേക്കെന്ന് പറയും. ആൻ്റണിയാണ് ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് പറയും. എന്നിട്ട് അവസാനം അവളൊന്നും അറിയാത്ത കണക്ക് അവൾ കയ്യൂരി. ഇതിൻ്റെ എല്ലാം കാരണം ഇവളാന്ന് പറയും. ഇവള് കാരണം അന്ന് ശരത്ത് ജയിലിൽ പോലും കിടക്കാൻ കാരണമെന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ വെച്ചും ശ്രുതിയുടെ മുഖംമൂടി സച്ചി വലിച്ചൂരുകയാണ്. ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം സത്യങ്ങളെല്ലാം അവളെ വെച്ച് സച്ചി തെളിവ് സഹിതം നിരത്തുകയാണ്. ഫോണും മീരയുടെ തിരിച്ചറിഞ്ഞ ഫോട്ടോകളും എല്ലാം അവിടെ കാണിക്കുമ്പോഴത്തേക്ക് പിന്നെ ശ്രുതിക്ക് അവിടെ ഒരു വോയിസ് ഇല്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരും അവിടെ സ്തബ്ധരായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയും, എന്നാലും മോളെ, വീട്ടിലുള്ള ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവരുടെ കൂടെ വേണ്ടി നിൽക്കാൻ, നീ എന്തിനാ സച്ചിക്കെതിരെ ഓരോന്നും ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രവീന്ദ്രനും ശ്രുതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും നല്ല കഥകളും ഒക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. അടുത്ത ആഴ്ച ഇതിൻ്റെ ബാക്കി കഥകളുമായി ഇനിയും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.